അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു വാട്ടർ ടാങ്ക് ഫിറ്റിങ്സ് ആണ്. നമ്മൾ ഈ സൈറ്റിൽ നമ്മൾ തറയിലത്തെ പ്ലംബിംഗ് വർക്ക്സ് എല്ലാം ആൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇന്ന് ഈ ടാങ്ക് ചെയ്യുന്നത് നമ്മൾ ടെമ്പററി ആയിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഇത് ഒരു 5 അടി ഹൈറ്റിലാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. ഞാൻ നമ്മൾ ചെയ്ത് വെച്ച ലൈൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടെ മെയിൻ ലൈൻ വരുന്നത് ഈ 1.5 ഇഞ്ച് പൈപ്പാണ് നമുക്ക് ഔട്ട് ഇറങ്ങുന്നത്. അതുപോലെ ഈ 1 ഇഞ്ച് പമ്പ് ലൈനാണ്. ഈ 1 ഇഞ്ച് സമ്പിൻ്റെ പമ്പാണ്. ഈ 1 ഇഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ സെല്ലാറിലേക്ക് വേണ്ടിയുള്ള സെപ്പറേറ്റ് വാട്ടർ ലൈനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഹോൾസിൽ കൂടെ 1.5 ഇഞ്ച് ടീയും 1 ഇഞ്ച് ടീയും കയറ്റിയിട്ട് ഇവിടെ ലിങ്ക് ചെയ്ത് ഇന്ന് ഈ തറയിലാണ് നമ്മൾ ടാങ്ക് വയ്ക്കുന്നത്. അത് ടെമ്പററി ആയിട്ട് വെച്ചിട്ട് നമ്മൾ താഴെ പമ്പ് ലൈനിൽ നമ്മൾ ഓസ് കണക്ട് ചെയ്താണ് വെള്ളം കയറ്റുന്നത്. ബാക്കി കാണുന്ന പമ്പ് ലൈനോ റോഡ് ലൈനോ ഒന്നും ഇന്ന് ഈ ടാങ്കിൽ നമ്മൾ കണക്ട് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ടാങ്ക് വയ്ക്കുന്നത് എങ്ങനെ നോക്കാം. നമ്മൾ 1.5 ഇഞ്ച് ടാങ്ക് കണക്ഷനാണ് ഇട്ട് ടൈറ്റ് ചെയ്യുന്നത്. ടൈറ്റ് ടെഫ്ലോൺ ടാപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ടാങ്ക് കണക്ഷൻ നമ്മൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ പൈപ്പ് പറഞ്ഞിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്തത്. ഇത് നമുക്കിതിൽ FT പിടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ടാങ്ക് കണക്ഷൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് ഇതിൽ ചെയ്യാനുള്ളത് ഈ കാണുന്നത് നമ്മൾ ടാങ്കിൻ്റെ അടപ്പ് ഫിറ്റ് ചെയ്യേണ്ട ഫിറ്റിങ്സാണ്. ഇത് നമുക്കിനി ഡ്രിൽ ചെയ്താണ് വെക്കേണ്ടത്. അത് ചെയ്യുന്നത് നോക്കാം. ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ അടപ്പ് ഫിറ്റ് ചെയ്യേണ്ട നെട്ടും ബോൾട്ടും. നമ്മൾ ഡ്രിൽ ചെയ്യുന്നത് ഇതേപോലെ 8 mm ഒരു ഡ്രിൽ ബിറ്റിട്ടാണ് ഡ്രിൽ ചെയ്യുന്നത്. തുടങ്ങാം. അപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ ഫിറ്റിങ്സ് എല്ലാം ഇതിൽ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യുന്നത് നമ്മൾ ടാങ്കിൻ്റെ അകം ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതിപ്പോൾ ടാങ്കിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ കുറച്ച് മരപ്പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ്. നമ്മളിതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ടാങ്ക് വയ്ക്കുന്നത്. ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ ടാങ്കിൻ്റെ അകവും നമ്മൾ പുറമെല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ലൈൻ ഇങ്ങനെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ടെമ്പററി ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ 1.5 ഇഞ്ച് 1 ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് റെഡ്യൂസ് ചെയ്ത് ഒട്ടിച്ചിട്ടുള്ളത്. ഇതൊരു ഫർഗോളയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാൻഡ് അടിക്കുമ്പോൾ തടസ്സം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത്ര ഒരു ലോങ് പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടാങ്കിനെ ഒന്ന് കണക്ട് ചെയ്യാം.
ഇവിടെ നമ്മൾ പമ്പിൻ്റെ ഒരു ഷോർട്ട് ബെൻഡാണ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കിനി സ്റ്റാൻഡ് വരുമ്പോൾ ഇതിന് സോക്കറ്റ് ഇട്ടതിന് ശേഷം ഒരു 5 അടി ഹൈറ്റിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഹൈറ്റ് വെക്കേണ്ട സാധനമാണ്. അത് നമ്മൾ നേരെ ഇപ്പോൾ ടെമ്പററി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇതിൻ്റെ ഈ നമ്മൾ ടാങ്കിൻ്റെ അടപ്പിൻ്റെ മുകളിലാണ് നമ്മൾ ലൈൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് താഴെ പമ്പ് ലൈനുണ്ട്, അതിനെങ്ങനെയാണ് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആ കാണുന്നതാണ് നമ്മുടെ താഴെ കിണറിൻ്റെ അവിടെ നമ്മൾ വെച്ചിട്ടുള്ള പമ്പ് ലൈന്. അത് നമ്മൾ 1 റെഡ്യൂസർ വെച്ചിട്ട് നമ്മൾ ഫിറ്റിങ്സ് ഒന്നും ഒട്ടിക്കുന്നില്ല. നമ്മൾ 1 ഇഞ്ചിൻ്റെ ഓസിലും ഒരു 3/4 ഇഞ്ചിൻ്റെ തുണ്ട് പൈപ്പാണ് നേരത്തെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റാർട്ടർ ഓണാക്കാൻ പോവുകയാണ്. നമ്മൾ ടാങ്കിലേക്ക് വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വാട്ടർ ടാങ്കെല്ലാം നിറഞ്ഞിട്ടുണ്ട്. നമ്മൾ വാട്ടർ ടാങ്കെല്ലാം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വാട്ടർ ടാങ്കിൽ നമ്മൾ ഈ ഒരു ലെവലിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ലൈനിലെ വാൽവെല്ലാം തുറന്നിട്ട് എവിടെയെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടാകുന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ ടാങ്ക് കണക്ഷൻ വേറെ ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്കിനി താഴെ ലൈൻ ചെക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ മച്ചാപ്പാരെ ഈ കാണുന്നത് നമ്മുടെ ടാങ്കിലുള്ള ലൈനാണ്. ഇത് നമ്മൾ റോഡ് ലൈനാണ്. നമ്മളിപ്പോൾ റോഡ് ലൈനിൻ്റെ പൈപ്പ് നമ്മൾ ഇവിടെയാണ് നിർത്തിയിട്ടുള്ളത്. ഈ വീട്ടിൽ നിലവിൽ റോഡ് കണക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ കിച്ചണിലും അതുപോലെ വർക്ക് ഏരിയയിലും സിങ്കിലും എല്ലാം നമ്മൾ ഈ റോഡ് കണക്ഷൻ്റെ ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ടാങ്കിൽ നിറങ്ങുന്ന ലൈനും ഈ റോഡ് കണക്ഷൻ്റെ ലൈനുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യാണ്. എങ്കിൽ മാത്രമേ നമ്മൾ തറയിൽ കൂടെ പോകണ പൈപ്പ് എല്ലാത്തിലും വെള്ളം നിറയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 2 ഫെറുകളാണ് ഇട്ട് ടൈറ്റ് ചെയ്യുന്നത്. ബാക്കി നമ്മൾ ഔട്ട് സൈഡ് നമ്മൾ ടാപ്പിൻ്റെ പോയിൻ്റൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ പ്ലഗ് എല്ലാം വെച്ച് അടച്ചിട്ടുണ്ട്. നമ്മൾ ബാത്റൂമെല്ലാം നമ്മൾ നേരത്തെ തന്നെ ചെക്ക് ചെയ്തതാണ് പ്രഷർ പമ്പിട്ട്. അപ്പോൾ ബാത്റൂം നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ തറയിൽ കൂടെ പോകുന്ന വാട്ടർ ലൈനൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ കണക്ഷൻ രൂപയിട്ടാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. നമുക്ക് ആ വാൽവും തുറന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ ലൈനാണ്. ആ വാൽവൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യമേ ഇത് പ്രഷർ പമ്പിട്ടെല്ലാം ചെക്ക് ചെയ്തതാണ് ബാത്റൂം. അതിൻ്റെ ടൈൽസ് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഈ കാണുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ വാൽവാണ്. അപ്പോൾ നമുക്കിനി ഇത് ഓപ്പൺ ആക്കേണ്ട ഈ 1.5 ഇഞ്ച് നമ്മളെ മെയിൻ ലൈനും നമ്മളെ ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും തമ്മിലെല്ലാം ഈ 1.5 ഇഞ്ച് ലൈനാണ് ഇറങ്ങുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെല്ലാറിലേക്കുള്ള ലൈനാണ്. അപ്പോൾ നമുക്ക് വാൽവ് തുറക്കാം. ഈ 1 ഇഞ്ച് തുറക്കുകയാണ്. ഈ 1 ഇഞ്ച് താഴെ സെല്ലാറിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വരുമ്പോൾ ഈ റോഡ് കണക്ഷൻ എല്ലാം ലിങ്ക് ആവും. നമ്മൾ ഇവിടെ ഈ വാൽവ് അടയ്ക്കണം. ഈ അടച്ചില്ലെങ്കിൽ ഈ വെള്ളം നേരെ റോഡ് കണക്ഷൻ നേരെ മുകളിൽ കയറും. നമുക്ക് വെള്ളമെല്ലാം പൈപ്പിൽ നിന്ന് ഇറങ്ങുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. എല്ലായിടത്തും ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഒരു ഫുൾ ടാങ്ക് വെള്ളം നമ്മൾ അടിച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം ലോഡായി നിന്നാൽ മാത്രമേ നമ്മളൊക്കെ പൈപ്പൊന്നും ലീക്കില്ലെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ നമ്മൾ ഫുള്ള് പോയിൻ്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യും. ഔട്ട് സൈഡ് പോയിൻ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും.
അപ്പം നിലവിൽ നമ്മളെ പൈപ്പിൻ്റെ എല്ലാം ലോഡായി നിൽക്കുകയാണ്, വെള്ളമൊന്നും താഴോട്ട് ഇറങ്ങുന്നില്ല. നമുക്ക് ഈ തറയിലൊക്കെ കാണാൻ പറ്റും വേറെ ലീക്കും കാര്യങ്ങളില്ല. നമുക്കിനി താഴത്തെ സെല്ലാറിലൊന്ന് പോയി നോക്കാം. ഇവിടെ വേറെ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഇപ്പം എല്ലാം നമ്മൾ നേരത്തെ ഒട്ടിച്ചതാണ്. ഇവിടെ സെല്ലാറിലേക്ക് ഇറങ്ങുന്ന ലൈനാണ് ഇത്, ഈ 1 ഇഞ്ച്. അതേപോലെ ഈ 1.5 ഇഞ്ച് നമ്മൾ പുറകിലത്തെ സിങ്കിൽ പോകേണ്ടത്. ഇവിടെ വേറെ ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല. വെള്ളം എല്ലാം പൈപ്പിൽ ലോഡായി തന്നെ നിൽപ്പുണ്ട്. നമുക്കിനി അപ്പുറത്ത് സിങ്കിൻ്റെ ലൈനൊക്കെ നോക്കാം. അതുപോലെ ഈ കാണുന്നതാണ് നമ്മളെ മുകളിലത്തെ കിച്ചൻ്റെ ലൈനാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് റോഡ് ലൈനും ഇത് നമ്മുടെ ടാങ്ക് ലൈനുമാണ്. ഇത് നമ്മളൊരു വാൽവിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഓപ്പണാണ്, വെള്ളമെല്ലാം ലോഡ് ആയി തന്നെ നിൽപ്പുണ്ട്. അതായത് ഇവിടെ നമ്മളൊരു ടാപ്പിൻ്റെ പോയിൻ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് നമ്മൾ തറയിലത്തെ പ്ലംബിങ്ങിൻ്റെ വർക്ക്, അതായത് നമ്മൾ വാട്ടർ ലൈൻ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ മുകളിൽ ടാങ്ക് വെച്ചത്. ഇപ്പോൾ ടാങ്ക് വെച്ചത് ടെമ്പററി ആയിട്ടാണ് വെച്ചത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ഒരു 5 അടി ഹൈറ്റിൽ സ്റ്റാൻഡ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നിലവിൽ ഇപ്പോൾ ടെമ്പററി ടാങ്ക് വെച്ചിട്ട് നമ്മൾ ഈ കാണുന്ന വാട്ടർ ലൈൻ എല്ലാം നമ്മൾ വെള്ളം നിറച്ചെല്ലാം ലോഡാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി തറയിൽ ഇതിൽ അവർക്ക് ഇൻ്റർലോക്കിനെ പണി ചെയ്യാനും വേറെ ഒരു ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ ടാങ്കിൽ ഫുള്ള് ലോഡ് വെള്ളം ആക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ പൈപ്പിലെല്ലാം ഇറങ്ങുമ്പോൾ വെള്ളം എന്തായാലും കുറയും. അപ്പം നമ്മൾ അതുപോലെ ഇനി ഒരു സ്റ്റെപ്പ് കൂടെ വെള്ളം അടിച്ച് മുകളിൽ ടാങ്ക് മട്ടം നിറച്ചിടും. ആ ലെവലിൽ പിന്നീട് നമ്മൾ നാളെ വന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് ഒരു ടാങ്ക് പൈപ്പിനെ കുറിച്ച്, നമ്മൾ ഈ ലൈൻ ചെക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.